ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈശ്വരഭക്തി നമ്മുടെ മനസ്സിൽ അങ്കുരിക്കണമെങ്കിൽ ത്യാഗം, ക്ഷമ, സഹനം മുതലായ സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയിരിക്കണം. ഭക്തി എല്ലാവർക്കും ഉണ്ടാവും. ഭക്തിയുടെ ബാഹ്യചിഹ്നങ്ങൾ കാണിക്കാൻ എല്ലാവരും ബഹുകേമന്മാരാണ്. നിത്യേന ക്ഷേത്രത്തിൽ പോവുക, കുറി തൊഴുക, പ്രദക്ഷിണം ചെയ്യുക, കാവി ഉടുക്കുക, ഇതെല്ലാം ഭക്തിയുടെ ബാഹ്യമായ ചിഹ്നങ്ങളാണ്. ഈ ബാഹ്യമായ ചിഹ്നങ്ങളെ കൊണ്ടൊന്നും യഥാർത്ഥ ഭക്തി ഉണ്ടാവുന്നില്ല. ആ ഭക്തി നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടുമ്പോൾ മാത്രമേ നമുക്ക് ആ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ആ കാര്യങ്ങൾ നേടിയില്ലെങ്കിൽ ഭക്തിയും നഷ്ടപ്പെടുന്നവരുണ്ട്. താൻ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടി ഭഗവാനെ ആശ്രയിച്ചു, അത് കിട്ടിയില്ലെങ്കിൽ ഭക്തി അപ്രത്യക്ഷമാവുന്നു. മാത്രമല്ല, വിരോധം കൂടി ചിലർക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനാൽ നിഷ്കളങ്കമായ ഭക്തി വരണമെങ്കിൽ ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിലാണ് ഭക്തിയോഗം. അതിനു മുമ്പേ അനേക കടവുകൾ നാം ചവിട്ടി, അനേക പടവുകൾ നമ്മൾ ചവിട്ടിക്കയറേണ്ടതുണ്ട്. അതിൽ ഒന്ന് വിഭൂതിയോഗം. വിഭൂതി എന്നാൽ ഭഗവാന്റെ വിഭൂതിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന ബോധം നമുക്ക് ബോധ്യം വരണം. ആ വിഭൂതി ഭഗവാന്റേതാണെന്ന് ബോധിച്ചാൽ പിന്നീട് വിശ്വരൂപ ദർശനമാണ്. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണെന്ന സത്യം നമുക്ക് ബോധ്യം വരുന്നു. നിരന്തരമായ ആത്മവിചിന്തനം കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ആ സർവീശ്വരനിൽ യഥാർത്ഥമായ ഭക്തി ഉണ്ടാകും. ആ ഭക്തിയാണ് ത്രിഗുണങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ സഹായകമാകുന്നത്. എപ്പോഴൊക്കെ തമോ ഗുണവും രജോ ഗുണവും മുറ്റിത്തഴയ്ക്കുന്നുവോ അപ്പോഴൊക്കെ അതിനെ വേരോടെ പിഴുതെറിയാൻ യഥാർത്ഥത്തിലുള്ള ഭക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവത് ചരണാംഭോജ പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ ഉത്കൃഷ്ട ഗുണമുൾക്കാമ്പിൽ വളർത്തിയിടേണമേവരും. ആ ഭക്തി നമുക്ക്, യഥാർത്ഥത്തിലുള്ള ഭക്തി നമ്മുടെ മനസ്സിൽ വളർന്നു വരാൻ നാം ആദ്യം ജ്ഞാനം നേടണം. ജ്ഞാനമെന്നാൽ അത് ശ്രവണത്തിൽ കൂടി നേടുന്നതാണ്. ശ്രവണത്തിലൂടെ നല്ല കാര്യങ്ങൾ കേൾക്കണം. അതാണ് ഭഗവത് ചരണാംഭോജ പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ. ഭഗവാനിലുള്ള ആ നിരതിശയമായ പ്രേമം നിറഞ്ഞ് തുളുമ്പണമെങ്കിൽ എന്തു വേണം? നല്ല ഗുണങ്ങൾ നമ്മൾ ആദ്യമേ ശീലിച്ചിരിക്കണം. ഉത്കൃഷ്ട ഗുണമുൾക്കാമ്പിൽ, നല്ല ശീലങ്ങൾ നമ്മുടെ ഉൾക്കാമ്പിൽ എന്നാൽ നമ്മുടെ മനസ്സിൽ വളർത്തിയിടേണമേവരും. നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തി ഉണ്ടാവുകയുള്ളൂ. ആ ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കാനും സാധിക്കുകയുള്ളൂ. ആത്മജ്ഞാനമുദിച്ചാലും മനസ്സിൻ ഗുണവൃത്തികൾ ഭക്തി കൊണ്ടാകെ മാറ്റായിൽ നീങ്ങാ വിഭ്രമമൊന്നുമേ. അപ്പോൾ ഭക്തി കൊണ്ട് മാറ്റിയാൽ മാത്രമേ പരിഭ്രമങ്ങളെല്ലാം നീങ്ങുകയുള്ളൂ. ആ ഭക്തി എങ്ങനെ ഉണ്ടാകും എന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. ഭഗവത് ചരണാംഭോജം പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ. ഭഗവാനിലുള്ള പ്രേമം നമുക്ക് മുറ്റിത്തഴയ്ക്കണമെങ്കിൽ ഉത്കൃഷ്ട ഉൾക്കാമ്പിൽ, ശ്രേഷ്ഠമായ ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയിടണമേ വരും. ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയാൽ മാത്രമേ ത്രിഗുണങ്ങളെ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവത് ചരണാംബോജ പ്രേമം മുറ്റിത്തഴയ്ക്കുവാൻ ഉത്കൃഷ്ട ഗുണമുൾക്കാമ്പിൽ വളർത്തിയിടേണമേ വരും.